അതുപോലെ തന്നെ ഈ പഠനകാലത്ത് ആകാശവാണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതെങ്ങനെയായിരുന്നു? ആർട്ടിസ്റ്റ് ആയിട്ടാണോ അതോ? അതെ, പഠനകാലത്തല്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞു 2007 മുതൽ ദൂരദർശനിൽ അനൗൺസറായിട്ട് കയറിയതാണ്. ന്യൂസ് റീഡറാണ്. ഇപ്പോഴും ദൂരദർശനിൽ പോകുന്നുണ്ട്. 19 വർഷമായി ന്യൂസ് റീഡറാണ്. അത് കഴിഞ്ഞ് 2013 ആകാശവാണിയിൽ പ്രൊഡക്ഷനായിരുന്നു. യുവവാണി പ്രോഗ്രാംസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2017 ജോലി കിട്ടുന്നത് വനം വകുപ്പിൽ. ആകാശവാണി അപ്പം തന്നെ വിട്ടു. പിന്നെ ജോലിയായിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ദൂരദർശനിൽ പോകുന്നുണ്ട്. ദൂരദർശനിൽ അത്യാവശ്യം ഇപ്പോൾ ഫാം ന്യൂസൊക്കെ വായിക്കാൻ വേണ്ടി പോകും. നമ്മുടെ ഡ്യൂട്ടിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമുക്കങ്ങനെ ചെയ്യാമെന്നുള്ള ഗവൺമെൻറ് ഓർഡറുണ്ട്. അപ്പോൾ എപ്പോഴൊന്നും ഇല്ല, മാസത്തിലൊരു 3-4 ദിവസം പോയി. അതൊരു പാഷനാണ്. ദൂരദർശൻ വിട്ടിട്ട് വരാനുള്ള, കാരണം ഇത് രണ്ടും രണ്ട് ലോകമാണ്. അത് ക്യാമറയുടെ മുന്നിലിരിക്കുന്നു, ഇത് പുറത്തു വന്ന് കാട്ടിൽ പാമ്പിൻ്റെ പുറകെ പോകുന്നത്, തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് രണ്ടും ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പോകും. അപ്പോൾ ഈ പാമ്പ് പിടിക്കുന്നത് കുറച്ച് റിസ്ക് ആയി തോന്നിയത് ഏതായിരുന്നു? പാമ്പ് പിടിക്കുന്നതിൽ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ഏതെങ്കിലും? അങ്ങനെ വലിയ അറ്റാക്കൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പെരുമ്പാമ്പൊക്കെ കുറച്ച് റിസ്ക് അല്ല. പെരുമ്പാമ്പൊക്കെ സൈസ് ഭയങ്കര വലിയ സൈസാണ് പെരുമ്പാമ്പിൻ്റെയൊക്കെ. അപ്പോൾ എടുത്ത് പൊക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ കൂടെ നിൽക്കുന്നവരൊന്നും പിടിച്ച് പൊക്കിത്തരമൊന്നുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 60-70 കിലോയൊക്കെ ഉള്ള പാമ്പുകളൊക്കെ ഉണ്ട്. ഭയങ്കര നല്ല സൈസ് പാമ്പിനെ ഞാൻ എടുത്തിട്ടുണ്ട്. പെരുമ്പാമ്പ് ഞാൻ ഇതുവരെ 190 ഇന്നലെ ഉൾപ്പെടെ. അതെ. ഇന്നലെ ഒരെണ്ണം ഒരു കുഞ്ഞിനെ കിട്ടിയായിരുന്നു. അതുൾപ്പെടെ 190 പെരുമ്പാമ്പ് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും റിസ്കല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ മറ്റത് നമുക്ക് ഹാൻഡിൽ ചെയ്യും പോലെ. പിന്നെ ഒരു രാജവെമ്പാലയും റിസ്ക് ഒന്നുമില്ല. രാജവെമ്പാലയെ എൻജോയ് ചെയ്ത് റെസ്ക്യൂ ചെയ്ത ഒരു റെസ്ക്യൂ ആയിരുന്നു. അതും ഇതുപോലെ തന്നെയാണ്. രാജവെമ്പാല ആദ്യമായിട്ടാണ് ഞാൻ അതുവരെ റെസ്ക്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഭയങ്കര താല്പര്യമായിരുന്നു. രാജവെമ്പാലയെ റെസ്ക്യൂ ചെയ്യണം എന്നുള്ളത് ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. അതെ. അത് പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിലൂടെയാണ് റോഷ്നി എന്ന വ്യക്തിയെ ശരിക്കും ലോകം മുഴുവൻ, ഈവൻ സച്ചിൻ ടെണ്ടുൽക്കർ പോലും അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്തു, എൻ്റെ പേരെഴുതി മെസ്സേജൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് അത്തരത്തിൽ എന്നെ കൊണ്ടെത്തിച്ചത് എൻ്റെ ആ രാജവെമ്പാലയാണ്. നമ്മളെ ഇപ്പോൾ ഒരു പെൺകുട്ടികൾക്ക് മാം എപ്പോഴും ഒരു റോൾ മോഡലായിട്ട് തന്നെയാണ്. കാരണം ഈ ഒരു ഫീൽഡിലോട്ട് പെൺകുട്ടികൾ വരാൻ മടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ കുറെ പേരുണ്ട് തോന്നുന്നു പാമ്പ് പിടിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പോൾ ഇതിനെ പെട്ടെന്ന് ഒരു ഓർത്തെടുക്കാൻ പറഞ്ഞ ഒരു മെമ്മറി, പെട്ടെന്ന് ഇതിലോട്ട് തിരിയാനൊരു മെമ്മറി എന്തായിരിക്കും? ഇതിലോട്ട് തിരിയാൻ എന്തുവാണ്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അതൊരു നിയോഗം, അങ്ങനെ മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എന്നെ എങ്ങനെ അറിയപ്പെടുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് അതിനു വേണ്ടി എനിക്ക് ശരിക്കും പോലീസ് ആവണമെന്നായിരുന്നു താല്പര്യം. അങ്ങനെ പക്ഷെ ഞാൻ പോലീസും ബീറ്റ് ഓഫീസറും രണ്ടും കൂടി, SIയും ബീറ്റ് ഓഫീസറും കൂടി എഴുതിയ പരീക്ഷയായിരുന്നു. SI കിട്ടിയില്ല, ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇത് കിട്ടാനുള്ള യോഗം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് 2 ചേച്ചിമാരാണ്. എൻ്റെ 2 ചേച്ചിമാരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്, 2 ചേട്ടന്മാരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്, എൻ്റെ ഹസ്ബൻഡും സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എൻ്റെ മൂത്തേച്ചിക്ക് ഏറ്റവും പേടിയുള്ള ജീവി പാറ്റയാണ്. അവളെ കൂടെയുള്ള സാധനമാണ് ഞാൻ. എന്നിട്ട് ഞാനാണ് പാമ്പിനെ പിടിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഇവർ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ആ റെസ്ക്യൂ ഒക്കെ ചെയ്ത സമയത്ത് എൻ്റെ അമ്മ വീട്ടിൽ നിലവിളിയാണ്. അപ്പം ഞാൻ ആ പ്രദേശത്തോട് പോവുകയില്ല, മിണ്ടയില്ല, നോക്കുകയില്ലായിരുന്നു. കാരണം എന്നെ പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ടാസ്ക് പിടിച്ച കാര്യമാണ്. കാരണം ഞാൻ 3ാമത്തേതായതുകൊണ്ട് കുറച്ച് തിളപ്പ് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ മീൻസ് അമ്മയ്ക്ക് ഏതെങ്കിലും അവർ രണ്ടുപേരും മിനിസ്റ്റീരിയൽ സ്റ്റാഫാണ്. അപ്പോൾ അമ്മയ്ക്ക് അതുപോലെ ഞാൻ ഏതെങ്കിലും ക്ലർക്ക് വല്ലതും എഴുതി അവിടെ ഇരിക്കണം എന്നാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹം. പക്ഷേ ഞാൻ അങ്ങനെ പിടിച്ചിരുത്തിയാൽ ഇരിക്കുന്ന ഒരു ടൈപ്പ് അല്ലാത്തത് കൊണ്ട് ഞാൻ വേറെ ജോലിയൊന്നും അങ്ങനെ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഈ പാമ്പിനെ പിടിക്കുന്ന ഫീൽഡിൽ ഇപ്പോൾ കുറച്ച് പെൺപിള്ളേരൊക്കെ എനിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജ് വരും. മാഡം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴുള്ള താല്പര്യം കൊണ്ടാണ് BFO ആയിട്ട് ജോലി കിട്ടാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യാൻ എന്ത് ചെയ്യണം, താല്പര്യമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരാൾക്കൊരിതാവുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ.